ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഹോം തിയേറ്റർ നമുക്ക് ഒരു ബ്ലൂടൂത്ത് ഹോം തിയേറ്ററായി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് ബ്ലൂടൂത്തായി കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്നത് ക്രിയേറ്റീവിൻ്റെ ഒരു 2.1 മോഡലുള്ള ഒരു ഹോം തിയേറ്ററാണ്. സാധാരണ കൂടുതൽ പേരും ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കൂടെ ഒരു സ്പീക്കറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാ സാധാ ഹോം തിയേറ്ററിൽ നമുക്ക് ബ്ലൂടൂത്തായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലെ കണക്ഷൻ നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ഓക്സിലറി ഇൻപുട്ട് വരും. നമ്മൾ ഇതിലാണ് ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതിലൊരു ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ റൈറ്റ് ലെഫ്റ്റ് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ ബോർഡ് നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബോർഡ് മെല്ലെ ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ബോർഡ് ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതിൻ്റെ കണക്ടർ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കണം, കാരണം ഇതിൻ്റെ കണക്ടർ എല്ലാം സെയിം ആണ്. അപ്പോൾ അത് മാറിപ്പോൾ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കണക്ടർ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഊരെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ബോർഡ് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് എല്ലാം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബോർഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോർഡിൻ്റെ കണക്ഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു കണക്ഷനാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു കണക്ടറാണ് നമ്മുടെ സബ് കണക്ട് ചെയ്യണത്. അതേപോലെ ഇതിൻ്റെ ഒരു കണക്ടറും കൂടെ ഉള്ളത് നമ്മുടെ പവർ ഇൻഡിക്കേഷൻ ഒരു ഗ്രീൻ LED ഇതിൽ വരുന്നുണ്ട്, അത് കണക്ട് ചെയ്യാൻ. പിന്നെ 2 IC ആണ് ഈ കാണുന്നത്, നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് സബ് ഊഫറിലേക്കുള്ള 2 ICകളാണിത്. പിന്നെ ഒരു ലോ പാസ് ഫിൽറ്റർ, നമ്മുടെ സബിലേക്കുള്ള ലോ പാസ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു IC ആണിത്. പിന്നെ നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് ഔട്ട്പുട്ട് കണക്ടറാണ് ആ ഒരു കാണുന്നത്. പിന്നെ നമ്മുടെ ഓക്സിലറി ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഓക്സിലറി ഇൻപുട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിൽ ഓൾറെഡി ഓക്സിലറി ഇൻപുട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലത്തെ ഓക്സിലറി ഇൻപുട്ട് ഡീസോൾഡർ ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് ഡീസോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഓക്സിലറി കണക്ടർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഓക്സിലറി അവിടെ മൊത്തം 4 കണക്ഷൻസ് ആണ് വരിക. അപ്പോൾ നമുക്ക് 2 ഇൻപുട്ടുകളാണ് നമ്മുടെ ഓക്സിലറിലേക്ക് വരിക, ഒന്ന് റൈറ്റും ലെഫ്റ്റും. അപ്പോൾ ഈ 4 കണക്ടറിൽ നിന്ന് നമുക്ക് ഏതാണ് നമ്മുടെ റൈറ്റും ലെഫ്റ്റും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചെറിയൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ ബോർഡ് നമുക്ക് ജസ്റ്റ് നമ്മുടെ പവർ കണക്ട് ചെയ്യാം. അപ്പോൾ പവർ കണക്ട് ചെയ്യുമ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ കണക്ടർ സെയിം ആണ്. അപ്പോൾ നമ്മുടെ ഡയോഡിൻ്റെ തൊട്ടടുത്തുള്ള കണക്ടറായിരിക്കും നമ്മുടെ പവറിൻ്റെ ആയിട്ട് വരിക. അപ്പോൾ അതിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ജസ്റ്റ് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഏത് ചാനലാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഒരു സ്പീക്കർ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ചാനലിൽ ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 കണക്ഷനിൽ ഏതാണ് അതിൻ്റെ ഇൻപുട്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഒരു മെറ്റൽ കോൺടാക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് കൈകൊണ്ട് ടച്ച് ചെയ്യും ആവും. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മെറ്റൽ കോൺടാക്റ്റ് വെച്ചിട്ട് കണ്ടോ ആ ഒരു പോയിന്റിൽ വയ്ക്കുമ്പോൾ ആ സ്പീക്കർ സൗണ്ട് വരുന്നുണ്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഇൻപുട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാനലിൻ്റെ നോക്കാം. അടുത്ത ചാനലിൽ ഇതുപോലെ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരത്തെ വെച്ചവിടെ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നിലാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു പിന്നാണ് ഇൻപുട്ട് എന്ന് മനസ്സിലായി. ഇങ്ങനെ നമുക്ക് ഇൻപുട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂടൂത്ത് ബോർഡാണ്. അപ്പോൾ ഇത് പൊതുവേ ലോ ബഡ്ജറ്റ് ഒരു ബോർഡാണ്, 150 രൂപയോളാണ് ഇതിന് വില വരിക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് ഒരു 5 വോൾട്ട് DC-യിലാണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് ഒരു 13-14 വോൾട്ടിലാണ്. അപ്പോൾ നമുക്ക് 5 വോൾട്ട് ആക്കിയിട്ട് വേണം നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിലേക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ബോർഡ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 5 വോൾട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു റെഗുലേറ്റർ IC ആണ് യൂസ് ചെയ്യുന്നത്. 7805 റെഗുലേറ്റർ IC ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം ഞാൻ അടുത്തതിൽ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ ഒന്നും കൂടെ സിമ്പിൾ ആയിരിക്കും.
7805 ഒരു റെഗുലേറ്റർ ഐ സിയാണ് നമ്മളിവിടെ 5 വോൾട്ടാക്കി എടുക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലെ നമ്മളിങ്ങനെ ഐസിങ്ങിന് വെക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ പിന്നിലേക്കാണ് നമ്മുടെ പോസിറ്റീവ് വോൾട്ട്. മാക്സിമം 25 വോൾട്ട് വരെ നമുക്ക് ഇതിൽ കൊടുക്കാം. പരമാവധി കുറച്ച് വോൾട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 12 വോൾട്ടിന് താഴെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രയും ലോസ് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ രണ്ടാമത്തെ പിന്നിലാണ് നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ മൂന്നാമത്തെ പിന്നിലാണ് നമ്മുടെ 5 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. 5 വോൾട്ട് ഡി സി ആണ് നമുക്ക് മൂന്നാമത്തെ പിന്നിൽ കിട്ടുക. നമ്മുടെ ഇൻപുട്ട് സൈഡിൽ നമുക്ക് മാക്സിമം ഒരു 25 വോൾട്ട് വരെ കൊടുക്കാം. അപ്പോൾ കൂടുതൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് വോൾട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷൻ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മുടെ സർക്യൂട്ടിലേക്ക് തന്നെ പോവാം. അടുത്തായിട്ട് നമ്മുടെ ബോർഡിൽ നമുക്ക് എത്ര വോൾട്ടേജ് വരുന്നതെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫിൽട്ടർ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ടാണ് ഞാൻ വോൾട്ടേജ് ചിപ്പ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 13 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അക്രോസ് ആയിട്ട് തന്നെ നമ്മുടെ വോൾട്ടേജ്, അപ്പോൾ നമുക്ക് പ്ലസും മൈനസും കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒന്നാമത്തെ പിന്നെ ഇൻപുട്ട്, അതുപോലെ സെക്കൻഡ് ഗ്രൗണ്ട്, അതിലെ ഐ സിയുടെ മൂന്നാമത്തെ പിന്നായിരിക്കും ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ 1, 2 പിന്നെ നമുക്ക് അതിലെ പ്ലസും മൈനസും കറക്റ്റ് നോക്കിയിട്ട് സോൾഡർ ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജും അതേപോലെ തന്നെ നമ്മുടെ റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എത്ര നോക്കാം. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് നമുക്കൊരു 13-14 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റ് ഒരു 5 വോൾട്ട് അക്രോസ് ആയിട്ട് കറക്റ്റ് 5 വോൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ബ്ലൂടൂത്തിലേക്കുള്ള പവർ സപ്ലൈയുടെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇൻപുട്ടും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത ബ്ലൂടൂത്തിൻ്റെ സെക്ഷൻ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഒരു ബോർഡ് നമുക്ക് ഈ ഹോം തിയേറ്ററിൻ്റെ കറക്റ്റ് എവിടെയെങ്കിലും മൗണ്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ സ്റ്റാൻഡ് പോലെ വരുന്ന ഭാഗത്ത് ഫിക്സ് ചെയ്യാനാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ സെറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ അതിൻ്റെ കണക്ഷൻസ് എല്ലാം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഹോളും ഡ്രിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് താഴെയായിട്ട് ഒരു പോർഷൻ ഡ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സബ് വരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ചെറിയൊരു പോർഷൻ ഡ്രിൽ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബ്ലൂടൂത്തിലേക്കുള്ള ഒരു 5 കണക്ഷൻസ് ബ്ലൂടൂത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സോൾഡർ ചെയ്യണം. അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ സോൾഡർ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ചാർജിങ്ങിൻ്റെ ഒരു പഴയ കേബിളാണ് എടുക്കുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് ഒറ്റ കേബിളിൽ തന്നെ ഒരു 4 വയർ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ സോൾഡർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ജസ്റ്റ് നോക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്ലസ് 5 വോൾട്ട്, അതേപോലെ R ഔട്ട്, L ഔട്ട്, അതേപോലെ ഒരു ഗ്രൗണ്ടാണ് വരിക. അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് റിപ്പീറ്റ് വരുന്നുണ്ട്. നമ്മുടെ പ്ലസ് മൈനസിൻ്റെ അവിടെ ഗ്രൗണ്ട് വരുന്നുണ്ട്. പിന്നെ R ഔട്ട്, L ഔട്ടിൻ്റെ അവിടെ ഗ്രൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ചാർജിങ് കേബിൾ 4 വയറിൻ്റെ ചാർജിങ് കേബിൾ ഇവിടെ എടുത്തത്. നമ്മളിപ്പോൾ മൊത്തം 4 കണക്ഷൻ ഓൾറെഡി സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. R ഔട്ട്, L ഔട്ട്, അതേപോലെ ഒരു പ്ലസ് മൈനസ് ഓൾറെഡി സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ജസ്റ്റ് ആംപ്ലിഫയറിൻ്റെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്കുള്ള 5 വോൾട്ടാണ്. അപ്പോൾ നമ്മളത് റെഗുലേറ്ററൈസറുടെ മൂന്നാമത്തെ പിന്നിൽ പ്ലസ് 5 വോൾട്ടും അതേപോലെ സെൻറ്ററിൽ നമ്മുടെ ഗ്രൗണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് അടുത്തത് കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഇൻപുട്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാനുള്ള നമ്മൾ നേരത്തെ 2 ഭാഗം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ആ വൈറ്റും അതുപോലെ ഗ്രീൻ വയറും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ പോലെ തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റാണോ നോക്കിയിട്ട് തിരിച്ചതേപോലെ ഫിറ്റ് ചെയ്യാം.
ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണക്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തുടർന്നുള്ള സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം.